ഇനി എന്താ പറയണത്? ഇഫ് എ ട്രെയിൻ ഓവർടേക്സ് 2 persons who are walking with speed A and B റെസ്പെക്റ്റീവ്ലി. ഒരു ട്രെയിന് 2 ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. നടന്നു പോകുന്ന ആദ്യത്തെ ആളുടെ സ്പീഡ് A km/h A m/h ആക്കുക, m/s ആക്കുക. മറ്റേ ആളുടെ സ്പീഡ് B ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഈ ട്രെയിൻ എന്ത് ചെയ്തു? ഈ 2 ആൾക്കാരെയും ഓവർടേക്ക് ചെയ്തു. ഇൻ സെയിം ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പാസസ് ദ 2 persons കംപ്ലീറ്റ്ലി ഇൻ T1 and T2 ടൈം. T1 സമയത്തിൽ ആദ്യത്തെ ആളെ കവർ ചെയ്യുകയും ട്രെയിൻ കടന്നു പോവുകയും T2 സമയം കൊണ്ട് രണ്ടാമത്തെ ആളെ കടന്നു പോവുകയും രണ്ടാമത്തെ ആളുടെ മുന്നിൽ കൂടെ ആ ട്രെയിൻ എന്ത് ചെയ്തു? കടന്നു പോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ സ്പീഡ് ഇൻറ്റു T1 ഇൻറ്റു T2 ഡിവൈഡ് ബൈ T2 മൈനസ് T1 ചെയ്താൽ മതി. T2 ആണ് അവിടെ വലുത് T1-നെക്കാട്ടിലും. ആ 2 ട്രെയിനുകളുടെ സ്പീഡല്ല അവിടെ പറയുന്നത്, മറിച്ച് ആ ആൾക്കാർ നടന്നു പോകുന്നതിൻ്റെ സ്പീഡാണ് അവിടെ പറയണത് കേട്ടോ. ട്രെയിനിൻ്റെ സ്പീഡ് ഒരു ട്രെയിനേ ഉള്ളൂ, പക്ഷേ ആൾക്കാർ നടന്നു പോകുന്ന സ്പീഡിലാണ് അവിടെ വ്യത്യാസമുള്ളത്. A സ്പീഡിലും രണ്ടാമത്തെ ആൾ B സ്പീഡിലുമാണ് നടന്നു പോകുന്നത് എന്ന് ഓർമ്മയിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ചോദ്യം എന്താ? ഒന്ന് ആലോചിച്ചേ. എ ട്രെയിൻ ഓവർടേക്സ് 2 persons who are walking at a rate of 4 km/h and 8 km/h. ഒരാൾ 8 km/h സ്പീഡിലും രണ്ടാമത്തെ ആൾ 4 km/h സ്പീഡിലുമാണ് നടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് എന്താണ്? 4 km/h B എന്ന് പറയുന്നത് 8 km/h. ഒരാൾ 4 km/h ഒന്ന് 8 km/h. ഇറ്റ് ഈസ് ബെറ്റർ ടു കൺവേർട്ട് ദ സെയിം ഇൻറ്റു മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലതുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ 4 km/h എന്ന് പറഞ്ഞാൽ 4 × 5/8 ചെയ്യണം അല്ലേ? എങ്ങനെയാ കൺവേർഷൻ എങ്ങനെയാ വരിക? 4 കിലോമീറ്റർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 4 × 5/8 m/s ആയിട്ട് മാറും. 4 × 5/18 ആണ്, സോറി, 4 × 5/18 m/s എന്ന് പറയുമ്പോൾ ആക്ച്വലി 10/9 m/s എന്ന് വരും അല്ലേ? രണ്ടാമത്തേത് എന്ന് പറയുന്നത് B എന്ന് പറയുന്ന വാല്യൂ 8 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് കവേഴ്സ് ബൈ 8 km/h എന്ന് പറഞ്ഞാൽ 8 × 5/18 m/s ആണ് അവിടെ വരിക. 8/5/18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 20/9 m/s ആണ് വരിക. ഇനി അവിടെ നമുക്ക് ആവശ്യം ഈ സ്പീഡുകളുടെ ഡിസ്റ്റൻസ് ആണ് വേണ്ടേ. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫോർമുല വാസ് ഡിഫറൻസ് ഇൻ സ്പീഡ് ഇൻറ്റു T1 ഇൻറ്റു T2 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 എന്നായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ സ്പീഡ് വേണം. ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആ ഡിഫറൻസ് വേണം, ഇൻറ്റു T1 വേണം, ഇൻറ്റു T2 വേണം, ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 വേണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് 20/9 ഒന്ന് 10/9 ആണ്. അപ്പോൾ അങ്ങനെയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 20/9 മൈനസ് ഒന്ന് 10/9 ആയിരിക്കും ഇൻറ്റു. ഇനിയിപ്പോൾ നമ്മുടെ ടൈം വേണം അല്ലേ? ഈ പുള്ളിക്കാരന്മാർ ഏത് സ്പീഡിലാണ് നടക്കുന്നതെന്ന് തന്നിരിക്കുന്നത്. ഒരാൾ കംപ്ലീറ്റ്ലി പാസ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ഇൻ 18 and 20 സെക്കൻഡ്. ഒരാൾ 18 സെക്കൻഡ് കൊണ്ടും ഒരാൾ 20 സെക്കൻഡ് കൊണ്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻറ്റു 18 × 20, ഇതിന് ബ്രാക്കറ്റ് ഇടാം, ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇപ്പോൾ T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ 20 - 18. അതിൽ ഏറ്റവും വലിയ സമയത്തിന് നമ്മളിവിടെ T2 എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. 20 - 10/9, 20/9 മൈനസ് 10/9 സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 - 10 അവിടെ 10 എന്ന് വരും. അപ്പോൾ അവിടെ 10/9 ഇൻറ്റു 18 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 20 - 18 എത്രയാ? 2 ആണ് അല്ലേ? ഈ 9ഉം ഈ 18ഉം വെട്ടിക്കളഞ്ഞാൽ ബാക്കി ഇവിടെ 2 വരും. അവിടെ 10 × 2 × 20 ഈ 2ഉം വെട്ടിക്കളയാം നമുക്ക്. അവിടെ ബാക്കി ആരാ ഉള്ളത്? 10 × 20 ആണ് ബാക്കിയുള്ളത്. 10 × 20 എത്രയാ? 200 മീറ്റർ. നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് മീറ്ററിലാണ്, പക്ഷെ അതിൻ്റെ സൊല്യൂഷനിൽ കിടക്കുന്നത് കിലോമീറ്ററിലാണ്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഇതിലുള്ളത് 20 കിലോമീറ്റർ എന്നാണ്, പക്ഷെ 20 കിലോമീറ്റർ അല്ല. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 200
മീറ്റർ ആണ്. ഇതിലുള്ളത് 200 കിലോമീറ്ററിനാണ് 200 മീറ്ററാണ് ആൻസർ വരും. ഇനി ഇവിടെ നോക്കൂ, if two trains A and B start from stations or points P and Q towards Q and P respectively. രണ്ട് ട്രെയിനുകളാണ് എയും ബിയും. പി എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും ക്യു എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പോവുകയും ക്യു എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും പി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പോവുകയും ചെയ്യുന്നു. രണ്ട് ട്രെയിനിൽ പി എന്ന് പറയുന്ന പൊസിഷൻ, ക്യു എന്ന് പറയുന്ന പൊസിഷൻ, ഒരാൾ പിയിൽ നിന്ന് ക്യൂവിലേക്കും മറ്റേ ആൾ ക്യൂവിൽ നിന്ന് പിയിലേക്കും വരുന്നു എന്നാണ് പറയുന്നത്. രണ്ടുപേരും എന്തായാലും കണ്ടുപിട്ടു, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആള് പാസിംഗ് ഈച്ച് അതർ ദേ ടേക്ക് T1 and T2 ടൈം ടു റീച്ച് ക്യൂ ആൻഡ് പി. അപ്പോൾ എത്താനുള്ള സമയം ആദ്യത്തെ ആൾ ക്യൂവിലേക്ക് എത്താനുള്ള സമയത്തിന് T1 എന്നും രണ്ടാമത്തെ ആൾ പിയിലേക്ക് എത്താനുള്ള സമയത്തിന് T2 എന്നും വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് A ഇൻറ്റു റൂട്ട് T1 ബൈ T2. A ഇൻറ്റു റൂട്ട് T1 ബൈ T2 എന്നുള്ളതാണ് അവിടെ ഫോർമുല. അപ്പൊ എന്താ നമ്മുടെ ഇവിടെ വരുന്നത് നോക്കൂ. എ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡാണ് കേട്ടോ. ഒരു ട്രെയിനിന്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ മറ്റേ ട്രെയിനിന്റെ സ്പീഡ് കണ്ടുപിടിക്കാം. ഒരു ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ട് മറ്റേ ട്രെയിനിന്റെ സ്പീഡ് കണ്ടുപിടിക്കാം. ചെറിയ അക്ഷരം എ എന്ന് പറയുന്നത് ഒരാളുടെ സ്പീഡാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 2 trains X and Y സ്റ്റാർട്ട് ഫ്രം മുംബൈ ആൻഡ് ഡൽഹി ടുവേർഡ്സ് ഡൽഹി ആൻഡ് മുംബൈ. ആദ്യത്തെ ആൾ മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്കും രണ്ടാമത്തെ ആൾ ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കും കടന്നു പോകുന്നു. രണ്ടുപേരും they take 12 hours 30 minutes and 8 to reach ഡൽഹി ആൻഡ് മുംബൈ. ആദ്യത്തെ ആൾ 12 hours 30 മിനിറ്റും രണ്ടാമത്തെ ആള് 8 മണിക്കൂറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ട്രെയിൻ ഫ്രം മുംബൈ ഇസ് മൂവിങ് അറ്റ് 60 km/h, ഒരാളുടെ സ്പീഡ് അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ ആളുടെ സ്പീഡിനെ നമ്മളവിടെ എ എന്ന് വിളിച്ചു. അപ്പം എ എന്ന് പറയുന്നത് 60 km/h ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ആളുടെ ടൈമിനെ നമ്മൾ T1 എന്ന് വിളിച്ചാൽ T1 എന്ന് പറയുന്ന സമയം 12 മണിക്കൂർ 30 മിനിറ്റ് ആണ്. 12 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? 12 + 30/60 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇതിനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാനായിട്ട് സാധിക്കും? അങ്ങനെയാണെങ്കിൽ 12 + 30/60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ 25/2 അവർ നമുക്ക് പറയാൻ സാധിക്കും. ഇനി അതേപോലത്തെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. T2 എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. 8 hours ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല അല്ലേ? നമ്മുടെ ഫോർമുല എന്താ പറഞ്ഞിരിക്കണേ? ദാ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇസ് ഈക്വൽ ടു A ഇൻറ്റു റൂട്ട് T1 ബൈ T2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ എത്ര ഇവിടെ? എ എന്ന് പറയണത് 60 ആണ്. ഇൻറ്റു റൂട്ട് T1 എന്ന് പറയണത് 25/2 ഇൻറ്റു T2 എന്ന് പറയണത് ഡിനോമിനേറ്ററിൽ തന്നെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാം കേട്ടോ. 25 വരും. അപ്പോൾ ഇതെന്താ വരിക? 8 × 2 16 വരും അല്ലേ? ദാറ്റ് ഈസ് 60. 60 ഇൻറ്റു റൂട്ട് 25/8 ഇൻറ്റു 2 16 ആണ്. ദാറ്റ് ഈസ് 60 ഇൻറ്റു 60 ഇൻറ്റു റൂട്ട് 25 5 ആണ് ബൈ 4 എന്ന് വരും. ആൻഡ് ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ വീട്ടിൽ ചെറുതാക്കിയ ആൻസർ എന്താ വരിക? 75 km/h എന്ന് വരും. എന്താ വരിക? 75 km/h എന്ന് വരും. ശരി, ഇനി എന്താ പറയുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഇസ് d കിലോമീറ്റർ. പിയും ക്യൂവും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് d കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. d കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ട്രെയിൻ വിത്ത് a km/h. a km/h ഉള്ള ഒരു ട്രെയിന് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം എ സ്റ്റേഷൻ പി. പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അയാൾ ക്യൂവിലേക്ക് പോവുകയും ആൻഡ് ആഫ്റ്റർ എ ഡിഫറൻസ് ഓഫ് ടി അവർ വ്യത്യാസത്തിൽ മറ്റൊരു ട്രെയിന് വിത്ത് b km/h ക്യൂവിൽ നിന്ന് പിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് കണ്ടുമുട്ടുകയാണ് ആഫ്റ്റർ എ ടൈം ടി. അങ്ങനെ ആ ടി എന്ന് പറയുന്നത് d ± TB ഡിവൈഡഡ് ബൈ a + b ആണ്. അവിടെ പറയുന്നത് ഇത് സെക്കൻഡ് ട്രെയിൻ സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ ഫസ്റ്റ് ട്രെയിൻ. രണ്ടാമത്തെ ട്രെയിനാണ് ആദ്യത്തെ ട്രെയിനിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ട്രെയിനിനെ പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കുകയും സെക്കൻഡ് ട്രെയിനിനെ നെഗറ്റീവ് ആക്കിയിട്ട് എടുക്കുകയും വേണം. ചോദ്യത്തിന് വേഗം കണക്ക് ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ എം ഗോയിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻ പി ആൻഡ് ക്യൂ ഇസ് d കിലോമീറ്റർ. പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രെയിന് ഫ്രം പി
പിയിൽ നിന്ന് എങ്ങോട്ട് പോവുകയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? ക്യൂവിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അനദർ ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം ക്യൂ ടുവേർഡ്സ് പി. ക്യൂവിൽ നിന്ന് പിയിലേക്കാണ് മറ്റൊരു ട്രെയിൻ പോവുകയും ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം, രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന കാര്യമാണ്. ദേ മീറ്റ് അറ്റ് എ സെർട്ടൈൻ പോയിന്റ് ആഫ്റ്റർ ടി അവർ. രണ്ടുപേരും ടി മണിക്കൂറുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നു. ഇഫ് ദ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം പി ട്രാവൽസ് വിത്ത് എ സ്പീഡ് ഓഫ് എക്സ് കിലോമീറ്റർ പെർ അവർ. ആദ്യത്തെ ട്രെയിൻ പി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് ക്യൂവിലേക്ക് പോയിട്ടുള്ള ആള് എക്സ് കിലോമീറ്റർ പെർ അവറിലും, അത് സ്ലോ ആയിക്കോട്ടെ ഫാസ്റ്റർ ആയിക്കോട്ടെ മറ്റേ ട്രെയിനിനെക്കാട്ടിലും, അങ്ങനെയാണെങ്കിൽ സ്പീഡാണ് മറ്റേ ട്രെയിനിനെക്കാട്ടിലും സ്പീഡായിട്ടാണ് പോണതെന്നുണ്ടെങ്കിൽ മറ്റേ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് d+tx/2t ആവുകയും, അങ്ങനെയാണെങ്കിൽ ഒരാൾ സ്പീഡാണെങ്കിൽ മറ്റേ ആൾ സ്ലോവർ ആവണേ. മറ്റേ ആളുടെ സ്ലോ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ d-tx/2t എന്നും പറയാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ അടുത്തത് നോക്കി നോക്കൂ. A train covers distance d between two stations P and Q in t1 hour. If the speed of the train is reduced by a kilometer, the same distance will covered in t2 hour. ഒരു ട്രെയിന് ഒരു ഡിസ്റ്റൻസ് d ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P and Q ആണ്. P എന്ന് പറയുന്ന പോയിന്റും Q എന്ന് പറയുന്ന പോയിന്റും എന്ന് വെച്ചാൽ രണ്ട് സ്റ്റേഷനുകളാണ് P യും Qവും. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് d എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് t1 അവറിൽ കവർ ചെയ്തു. If the speed of the train is reduced by a kilometer per hour, ആ ട്രെയിനിന്റെ സ്പീഡ് a kilometer per hour ആയിട്ട് എന്ത് ചെയ്തു? കുറച്ചു എന്നാണ് പറയുന്നത്. സ്പീഡ് കുറഞ്ഞാണ് ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ the same distance will be covered in t2 hour. അതേ ഡിസ്റ്റൻസ് t2 അവറിലാണ് കവർ ചെയ്തത്. പിയും ക്യൂവും തമ്മിലെ ഡിസ്റ്റൻസ് d ആണ്. ഒരു ട്രെയിന് ആ പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് t1 അവറിലാണ് കവർ ചെയ്തത്. ആ പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള അകലം d ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതേ ട്രെയിനിന്റെ സ്പീഡ് കുറച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു ട്രെയിൻ ആണെന്ന് വിചാരിച്ചോ. ഒരു ട്രെയിനിന്റെ സ്പീഡ് a കിലോമീറ്റർ കുറച്ചുകൊണ്ട് അതേ ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് പറയുമ്പോൾ സമയം കൂടുതൽ എടുക്കും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എത്ര സമയത്ത് കവർ ചെയ്തു എന്നാ പറഞ്ഞത്? t2 അവറിൽ അത് കവർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ t1 t2 / t2 - t1 അത്ര കിലോമീറ്റർ ആയിരിക്കും. ഒരു a ഉണ്ട് കേട്ടോ അതിന്റെ മുന്നിൽ. ആൻഡ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് a × t2 / t2 - t1 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അവിടെ പറഞ്ഞ വിത്തൗട്ട് സ്റ്റോപ്പേജ് എ ട്രെയിൻ ട്രാവൽസ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് a and with stoppage it covers at the same distance at an average speed of b. Then time of rest per hour. അതെന്താന്ന് വെച്ചാൽ വിത്തൗട്ട് സ്റ്റോപ്പേജ്, എവിടെയും നിർത്താതെ പുള്ളിക്കാരൻ നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ a ആവുകയും, ട്രെയിൻ ട്രാവൽസ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് a, ഒരു ട്രെയിന് എ എന്ന് പറഞ്ഞ ആവറേജ് സ്പീഡിൽ കവർ ചെയ്യുകയും വിത്ത് സ്റ്റോപ്പേജ് എവിടെയെങ്കിലൊക്കെ നിർത്തിയിട്ടിട്ട് പുള്ളിക്കാൻ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതേ ഡിസ്റ്റൻസ് ബി എന്ന് പറഞ്ഞ ആവറേജ് സ്പീഡിലും കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം റെസ്റ്റ് എടുത്തു പെർ അവർ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാന്നാ പറഞ്ഞത്? ആവറേജ് സ്പീഡുകളുടെ ഡിഫറൻസിനെ സ്പീഡ് വിത്തൗട്ട് സ്റ്റോപ്പേജ് ഇല്ലാതെ a - b/a ചെയ്താൽ മതി. ഇവിടെ a എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ b ആണെന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെയും പറയുന്നുണ്ട് കേട്ടോ. ഒരു കൺസെപ്റ്റും കൂടെ അവിടെ പറയുന്നുണ്ട്. ടു ട്രെയിൻസ് ഓഫ് ഈക്വൽ ലെങ്ത് ആൻഡ് ഡിഫറെന്റ് സ്പീഡ്സ്. രണ്ട് ട്രെയിനുകൾ രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആണ്, പക്ഷെ ഡിഫറെന്റ് സ്പീഡുകളാണ്. ആ സ്പീഡ് ടേക്ക് t1 ആൻഡ് t2 ദ ടൈം. ആ രണ്ടുപേരുടെയും ടൈമിന് t1 എന്നും രണ്ടാമത്തെ ആളുടെ ടൈമിന് t2 എന്നും എടുത്തു. അക്രോസ് എ പോൾ, ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ദ ടൈം ടേക്കൺ ബൈ ദം ടു ക്രോസ് ഈച്ച് അതർ. രണ്ടുപേരും കണ്ടുമുട്ടാനുള്ള സമയം, കടന്നു പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള സമയം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, നേരെ ആയാലും മതി അല്ലേ. 2t1 t2 / t1 ± t2. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണമെന്ന് ക്രോസ് ആവാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെമു വന്ദേ ഭാരതുമാണ്. രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ വന്ദേ ഭാരത് മെമുവിനെ കവർ ചെയ്ത് പോവില്ലേ? നേരെ മറിച്ച് ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും കവർ ചെയ്ത് പോകും. അപ്പോൾ രണ്ട് കേസ് ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് അവിടെ +or - t1 എന്നവിടെ വന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ t2 +or - t1 അങ്ങനെ വന്ന പോസിറ്റീവ് സൈൻ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുകയും നെഗറ്റീവ് സൈൻ രണ്ടുപേരും സെയിം ഡയറക്ഷനിലാവുകയും ചെയ്യുമ്പോഴാണ് എടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. അവിടെ സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ എടുക്കേണ്ടത് സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുകയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുകയും വേണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. ഇതിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ അവസാനം പറഞ്ഞിട്ടുള്ള 4-5 മെത്തേഡുകളിലെ ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ സോൾവ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു.